നിങ്ങൾ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മൈക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തൊരു മൈക്കാണ് ഗ്രിനേറോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു നല്ല മൈക്ക് എന്നാണ്. ഇതിന് നല്ല റിവ്യൂസ് ഉള്ളൊരു മൈക്കാണ്. ഞാൻ ഷസാമിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. എൻ്റെ ഇരിക്കുന്ന ഐഫോണാണ്. അപ്പം ഞാനിത് വാങ്ങി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 വീക്ക് ആയിട്ടുണ്ടാവും വാങ്ങിയിട്ട്. 2 അല്ല 1 വീക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് റിസീവർ സി ടൈപ്പിൻ്റെയാണ്. അപ്പോൾ ഈ സി ടൈപ്പ് എൻ്റെ ഐഫോണിൽ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു മൈക്കിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജാക്ക് വെച്ചിട്ട് കണക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മൈക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കിട്ടില്ല. ആ സൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഡൗൺ ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മൈക്ക് ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് തീരെ ഒരു പ്രൊഫഷണാലിറ്റി ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത സാധനമാണ് ഇതിൻ്റെ തന്നെ വയർലെസ് ആയിട്ടുള്ള ഒരു മൈക്ക്. അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം എവിടെയാണ്? ഇതാണ് സാധനം. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് കട്ട് ചെയ്ത് വെറുതെ കളയാൻ പറ്റത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് അൺബോക്സിങ് നോക്കാം. ഒരു കാർഡൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ ചെറുക്കനെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കേബിളാണ് കേട്ടോ ഉള്ളത്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു കേബിളുണ്ട്. പിന്നെ അതിനകത്ത് യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൊള്ളാം. പടത്തിൽ കണ്ട സാധനം തന്നെ. ഇത് റിസീവറാണ്. എല്ലാത്തിലും ഈ റിസീവർ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇതാണ് മൈക്ക്. പക്ഷെ ഇതിലും എനിക്ക് തോന്നുന്നു പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം ജാക്ക് ഇതിലും ഇല്ല. റിസീവർ ഐഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള ജാക്ക് കാണുന്നില്ല. അതിന് ഇതിനുള്ളിലുണ്ടോ നോക്കാം. ഭാഗ്യം പറ്റിച്ചില്ല. ഐഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള ടൈപ്പ് C2 ഫ്ലാഷിൻ്റെ ഒരു ജാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. നമ്മളിവിടെ കണക്ട് ചെയ്താണ് നോക്കുന്നത്. കാരണം എല്ലാം കോളർ മൈക്കാണല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയർ ആയില്ല. ബ്ലിങ്ക് ആവുന്നില്ലെങ്കിൽ അത് പെയർ ആയെന്നാണ്. അപ്പോൾ നമുക്കിതിവിടെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്കിതിലൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ വാങ്ങിയ ഗ്രിനേറോ J11 എന്ന് പറയുന്ന മൈക്കിലാണ്. വയർലെസ് ആണ്. ഈ മൈക്കിൻ്റെ MRP വരുന്നത് ഏകദേശം 1500 രൂപ, 1600 രൂപയ്ക്കകത്താണ്. ആമസോണിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം വാങ്ങിയ മൈക്ക് ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 690 രൂപയോളം വരും. ഇത് അത്യാവശ്യം കൊള്ളാം. ആൻഡ്രോയിഡ് യൂസേഴ്സിന് കൊള്ളാം. പക്ഷേ ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജാക്ക് നല്ലതാണെങ്കിൽ ഒരു പക്ഷേ റെഡി ആയിരിക്കാം. പക്ഷേ എൻ്റെ ഇരിക്കുന്ന ജാക്ക് വെച്ചിട്ട് എനിക്കിത് കണക്ട് ചെയ്തിട്ട് വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് അത്ര നല്ല രീതിയിൽ തോന്നി. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നല്ല ഒരു മൈക്ക് തന്നെയാണ്. ഒരു സിംഗിൾ പീസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി ഒന്ന് കേട്ട് നോക്കാം. കേട്ടില്ലേ? ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ നിങ്ങൾ കേട്ടു. വളരെ വ്യക്തവും വളരെ ക്ലിയറുമാണ് ഇതിൻ്റെ ഓഡിയോ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ മൈക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൈക്ക് തന്നെയാണ്. ഒരു റിയാക്ഷനോ വ്ളോഗിങ് ചാനലോ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മൈക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇത് കൊള്ളാം. 1500 രൂപയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കാണ്. അതേപോലെ നല്ല ക്ലാരിറ്റിയാണ്, നല്ല സൗണ്ട്. നമ്മുടെ അതേ വോക്കിൽ നമ്മളൊരു ശ്വാസം പോലും ക്ലിയർ ആയിട്ട് അത് എടുക്കുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് നോയിസ് ടെസ്റ്റ് കൂടെ നോക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ ഫോണിൽ നൈസായിട്ടൊരു പാട്ടൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഇതിൽ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനത് പ്ലേ ചെയ്തിരിക്കണം. നമ്മൾ പോയൊരു വീഡിയോ തന്നെയാണ് പ്ലേ, നോൺ കോപ്പിറൈറ്റ്, അല്ലെങ്കിൽ ഇനി അതിന് കോപ്പിറൈറ്റ് അടിക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോണ്ടിരിക്കുക. അതിപ്പോൾ കുറച്ച് അടുത്താണ്. എൻ്റെ ഫോൺ ഇത്രയും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ മൈക്കിനെ പറ്റിയുള്ള റിവ്യൂ. കൂടുതലായിട്ട് ഞാനിത് ക്യാഷ് കൊടുത്ത് വാങ്ങി, എൻ്റെ ക്യാഷിന് വാങ്ങിയത്, പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം സാധാരണ നോർമലി വാങ്ങാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ മൈക്ക് വാങ്ങിയത്. അപ്പോൾ ഈ മൈക്ക് വാങ്ങുന്നത് വീഡിയോസ് കണ്ടിട്ടല്ല. ഞാനിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഇത് നല്ലതാണെന്ന് തോന്നി വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനിതൊരു പ്രൊമോഷണൽ വീഡിയോ ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് ഉപയോഗമാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്നെ പോലെ വ്ളോഗ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മൈക്ക് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്